ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മല്ലിയിലയും പുതിനയിലയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വാടിപ്പോകാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വാടിപ്പോവാതിരിക്കാനുള്ള 2 ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആ വെള്ളത്തിലേക്ക് പുതിനയില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ച വരെയൊക്കെ ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്, ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പുതിനയിലൊക്കെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മല്ലിയിലയും ഒരുപാട് നാൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇനി പുതിനയില സ്റ്റോർ ചെയ്യാനുള്ള അടുത്ത ടിപ്പ് നോക്കാം. ഇത് കുറച്ചും കൂടി ലോങ് ടൈം സ്റ്റോർ ചെയ്യാനുള്ള ടിപ്പാണ്. അതിന് വേണ്ടി നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കണ ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി പുതിനയിലൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി തണ്ടിൽ നിന്ന് പുതിനയുടെ ഇലകൾ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് പിച്ചെടുത്ത് അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഐസ് ട്രേയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഐസ് ട്രേ മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഐസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പുതിനയില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് പുതിനയിലൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂത്ത പുതിനയുടെ തണ്ടന്നെ നോക്കി വാങ്ങാം. എന്നിട്ട് അതിൽ നിന്നും ആ ഇലകൾ മാത്രം പിച്ചെടുത്തതിന് ശേഷം ആ തണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ പുതിയ ഇലകളൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ഇതുപോലെ പുതിനയിലയുടെ തണ്ട് നമ്മൾ ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വേരും പുതിയ ഇലകളൊക്കെ വരും. ഡെയിലി നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ തണ്ട് എടുത്തിട്ട് മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയില ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ പുതിനയില തണ്ട് കുഴിച്ചിട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പുതിനയിലാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതൊക്കെ നനക്കാതിരുന്നിട്ട് ഇലകളൊക്കെ കുറച്ച് പഴുത്തു പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് കുഴിച്ചിട്ടിട്ടുള്ള പുതിനയുടെ തണ്ടാണ്. അതിപ്പോൾ നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ പുതിനയില ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇതിൽ നിന്ന് പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ചെറുനാരങ്ങ വാടിപ്പോകാതെ കൂടുതൽ നാൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങ ഇതുപോലെ ആ ബോട്ടിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ചെറുനാരങ്ങ അതിലിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമ്മുടെ ചെറുനാരങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചീഞ്ഞു പോവാതെ വാടിപ്പോവാതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നോമ്പിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതാണ് നോമ്പ് തുറക്കുമ്പോഴൊക്കെ നാരങ്ങ വെള്ളം. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ തന്നെ കേടാവാണ്ട് വാടിപ്പോവാണ്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.